ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ തുർക്കിയിലേക്കുള്ള യാത്ര ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായിരുന്നു. ഭൂകമ്പം തകർത്തെറിഞ്ഞപ്പോൾ തുർക്കിക്കായി സഹായഹസ്തവുമായി രംഗത്തെത്തിയ രാജ്യമായിരുന്നു ഇന്ത്യ. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചവരെ മറന്ന് പാകിസ്ഥാനൊപ്പം നിൽക്കാൻ തുർക്കി കാണിച്ച സ്വാർത്ഥ മനോഭാവമാണ് ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചത്. ഇതോടെ തുർക്കി ബഹിഷ്കരണ ക്യാമ്പയിൻ സമൂഹമാധ്യമങ്ങളിൽ ശക്തമായി. ഇതിന് പിന്നാലെ തുർക്കിയിലേക്കുള്ള യാത്രാ പാക്കേജുകൾ റദ്ദാക്കി ഇന്ത്യയിൽ ട്രാവൽ ഏജൻസികളും രംഗത്തെത്തി. നിരവധി ഇന്ത്യക്കാർ സന്ദർശനത്തിനെത്തുന്ന രാജ്യമായിരുന്നു തുർക്കി. ടൂറിസം തുർക്കിയുടെ പ്രധാന കരുത്തുമാണ്. എന്നാൽ ഇന്ത്യക്കാരുടെ ബഹിഷ്കരണത്തോടെ കനത്ത തിരിച്ചടിയാണ് തുർക്കി നേരിട്ടതെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഇന്ത്യക്കാരെ ക്ഷണിച്ച് തുർക്കി ടൂറിസം പുറത്തിറക്കിയെന്നതെന്ന പേരിൽ ഒരു വാർത്താക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആധികാരികത സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ച് തദ്ദേശവാസികളിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയില്ലെന്ന് തുർക്കി ടൂറിസം പുറത്തിറക്കിയതെന്ന് പറയപ്പെടുന്ന ഈ നോട്ടീസിലുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കടകൾ, എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സഞ്ചാരികളെ അങ്ങേയറ്റം മര്യാദയോടെയാണ് സ്വാഗതം ചെയ്തിട്ടുള്ളതെന്നും പെരുമാറിയിട്ടുള്ളതെന്നും നോട്ടീസിൽ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ തുർക്കിയിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കേണ്ടതയോ റദ്ദാക്കേണ്ടതയോ ആയ കാരണങ്ങളില്ല. ഇന്ത്യൻ അതിഥികളെ ബാധിക്കുന്ന നിയന്ത്രണങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഇവിടെയില്ലെന്നും നോട്ടീസിലുണ്ട്. തുർക്കിയിൽ സുഖസൗകര്യങ്ങൾ, സുരക്ഷ, സംതൃപ്തി എന്നിവ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിലോ കൂടുതൽ വ്യക്തതകൾ ആവശ്യമുണ്ടെങ്കിലോ ദയവായി ബന്ധപ്പെടാൻ മടിക്കരുതെന്നും നോട്ടീസിലുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം സമൂഹ മാധ്യമങ്ങളുടെ ഈ നോട്ടീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരടക്കം ഇത് പങ്കുവച്ചു. നോ താങ്ക് യു എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രതികരണം.